പ്രാർത്ഥനാനിരതമായ മനസ്സോടെ കശക്കിയിട്ട കവടിമണികൾ സൂക്ഷ്മമായി ഗണിച്ച് രാശിപ്പലകയിലെ കളങ്ങളിലേക്ക് സൂര്യൻ തിരുമേനി ആശങ്കയോടെ നോക്കിയിരുന്നു. ഇതുവരെയും ഗ്രസിക്കാത്ത അകാരണമായ ഒരു ഭയം തൻ്റെ മനോമുകുരത്തിൽ പിറവിയെടുക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ഒരു മരണരാശിയാണ് കവടിമണികളിലൂടെ ഗണിച്ചറിയുവാൻ കഴിയുന്നത്. ആരുടെ മരണമാകുമെന്ന് തെളിയുന്നില്ല. ആരെയും താൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. പൈശാചിക ശക്തികളുടെ മുന്നിൽ അണലിക്കാട്ടില്ലത്തെ മാന്ത്രികർ മുട്ടുമടക്കിയ ചരിത്രമുണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ശത്രുപക്ഷത്തായി നിൽക്കുന്നത് മഹാമാന്ത്രികനായ ഭൈരവൻ എന്ന തൻ്റെ പിതൃസ്ഥാനീയൻ. താനും ആ പാരമ്പര്യത്തിൽ പിറന്ന ജന്മം തന്നെ. താൻ പഠിച്ച നിഗൂഢ മന്ത്രങ്ങൾക്കപ്പുറം അഥർവമന്ത്രങ്ങളുടെ മേച്ചിൽ പുറങ്ങളിലൂടെ ദുർമന്ത്രവാദിയെന്ന് ഇല്ലത്തിന് പേരുദോഷം വരുത്തി അങ്ങനെ കാലങ്ങൾക്ക് മുൻപ് അണലിക്കാട്ടില്ലത്ത് നിന്നും പടിയടച്ച് പിണ്ടം വെച്ച ഭൈരവൻ എന്ന മഹാമന്ത്രവാദിയുമായാണ് തനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. ശക്തനായ ഭൈരവനു മുന്നിൽ താൻ പരാജയപ്പെട്ടാലോ? കത്തിച്ച നെയ്വിളക്കിനു മുന്നിലായി ഒരു കനക വിഗ്രഹം പോലെ രാശിപ്പലകയിൽ നോക്കി സൂര്യൻ തിരുമേനിയിരുന്നു. അഭിമുഖമായി സൂര്യൻ തിരുമേനിയിൽ അർപ്പിതമായ വിശ്വാസത്തോടെ മനുവും കാർത്തികേയനും ജോമോനും അക്ഷമരായി അദ്ദേഹത്തെ നോക്കിയിരിക്കുന്നുണ്ട്. സൂര്യൻ എന്തു പറയുമെന്ന ജിജ്ഞാസ മൂവരുടെയും മുഖത്തുണ്ട്. സൂര്യൻ തിരുമേനി ഒന്നും സംസാരിക്കാനാവാതെ ഇരുന്നു. രാശിയിൽ തെളിയുന്ന മരണത്തെ ഒഴിവാക്കുവാനുള്ള പ്രതിക്രിയകൾ ചെയ്തേ പറ്റൂ. കുടുംബദേവകളെ, ഗുരുക്കന്മാരെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വീണ്ടും കവിടിമണികൾ അദ്ദേഹം കശക്കി വിതറി. വീണ്ടും മരണരാശി തന്നെ. ആ നായയുടെ നീണ്ടു കൂർത്ത ദംഷ്ട്രകൾ ഇവരിൽ ആരുടെയോ കഴുത്തിലെ ധമനികളിൽ കടിച്ചു കീറി മുറിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലാണ് രാശിയിൽ തെളിയുന്നത്. ഭൈരവൻ തൻ്റെ ഓരോ നീക്കങ്ങളും അറിയുന്നുണ്ടാകും. മാന്ത്രിക ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു പ്രതിസന്ധിയിലാണ് താനിപ്പോൾ നിൽക്കുന്നതെന്ന് സൂര്യൻ തിരിച്ചറിഞ്ഞു. തൻ്റെ സഹോദരനെ കൈയകലത്തിൽ കിട്ടിയിട്ടും ഭൈരവൻ കൊല്ലാതെ വെറുതെ വിട്ടത് രക്തബന്ധം എന്ന ഒറ്റ കാരണം കൊണ്ടു മാത്രമാണ്. ആ ബന്ധമാണ് തന്നെയും തളർത്തുന്നത്. പരകായത്തിലൂടെ ഭൈരവന് ഒരു ശരീരത്തിൽ കയറിപ്പറ്റാനായാൽ വിജയശ്രീലാളിതനായി കണക്കു തീർക്കുവാനാകാം അയാൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഭൈരവൻ വിജയിച്ചാൽ മനുഷ്യരക്തം പാനം ചെയ്ത് ശീലിച്ചു കഴിഞ്ഞ അയാൾ മരണമില്ലാത്തവനായി, മനുഷ്യരുടെ അന്തകനായി കാലങ്ങളോളം ഭൂമിയിൽ തുടരുക തന്നെ ചെയ്യും. അതോർത്തപ്പോൾ ഒരു നടുക്കം അയാളിലുണ്ടായി. വെട്ടിവിയർത്ത സൂര്യൻ തിരുമേനി മുന്നിലുള്ള ഒരു കൂജായിലെ വെള്ളം മുഴുവനും ആർത്തിയോടെ കുടിച്ചു തീർത്തു. ശരീരത്തിലെ ഓരോ രോമകൂപത്തിലൂടെയും വിയർപ്പുമണികൾ ചാലുകളായി ഒഴുകുവാൻ തുടങ്ങി. ആ കണ്ണുകൾ ചുവന്നു. ബന്ധങ്ങൾ മറന്ന് ഭൈരവനെ മുഖ്യശത്രുവായി തന്നെ കാണുക. മനുഷ്യരക്തം പാനം ചെയ്ത് ശക്തനാകും മുൻപായി അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അവനെ തളയ്ക്കുവാനാകില്ലെന്ന് ഫാദർ പറഞ്ഞത് സൂര്യൻ ഓർത്തു. ഭൈരവൻ ഇപ്പോൾ മഹാശക്തിമാനാകുകയാണ്. നിർണായകമായ ഒരു തീരുമാനമെടുക്കാനാകാതെ സൂര്യൻ തിരുമേനി വികാരവിവശനായിരുന്നു. അപ്പോൾ തറവാട്ടുക്ഷേത്രത്തിലെ പൂജാദ്രവ്യങ്ങൾ എരിയുന്ന ദിവ്യപരിമളം ഒരു കുളിർക്കാറ്റിലൂടെ അവിടേക്ക് ഒഴുകിയെത്തി. ദേവി തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നതായി അവന് തോന്നി. സൂര്യൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. ദുർഗാമന്ത്രത്തിൻ്റെ വരികൾ ആ ചുണ്ടുകളിൽ വിടർന്നു. ഓം സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. പ്രക്ഷുബ്ധമായ കടൽ ശാന്തമാകുന്നതുപോലെ തൻ്റെ മനസ്സ് ശാന്തമാകുന്നത് സൂര്യൻ അറിഞ്ഞു. ഹൃദയപത്മത്തിൽ ദേവീ സാന്നിധ്യം നിറയുന്നു. ഒരു പുതുജീവൻ ശരീരത്തിൽ നിറയുന്നു. ഹിമശൈലസൈകത ഭൂമിയിലെ മഹാമുനിമാരുടെ തേജസ്വാർന്ന രൂപങ്ങൾ മനസ്സിലൂടെ മാറി മറയുന്നു. മഹാഗുരു അണിയിച്ചു തന്ന ആ ദിവ്യമോതിരത്തിലൂടെ ഒരു ഊർജം ശരീരത്തിലൂടെ പടർന്നു കയറുന്നു. ഒരിക്കലും തളരുവാൻ പാടില്ലെന്ന് സൂര്യൻ മനസ്സിൽ ഉറപ്പിച്ചു. ഹിമാലയത്തിലെ ഗുരുക്കന്മാർ സൂക്ഷിക്കേണ്ട മഹാകാലയന്ത്രമെന്ന ഭൂമിയുടെ ഗ്രന്ഥം തന്നിലൂടെയാണ് വീണ്ടെടുക്കേണ്ടത്. ഇനിയൊരിക്കലും താൻ തളരുവാൻ പാടില്ല. പെട്ടെന്ന്
തൻ്റെ കർണപുടങ്ങളിൽ അമ്മാവൻ്റെ ശബ്ദം മുഴങ്ങുന്നത് സൂര്യൻ അറിഞ്ഞു. സൂര്യ, നീ ഭൈരവനുമായാണ് ഏറ്റുമുട്ടുവാൻ പോകുന്നത്. നിന്റെ ശത്രു അതിശക്തനാണ്. അവനെ തോൽപ്പിക്കണമെങ്കിൽ നിലവറയിലെ 7 ദിവസത്തെ ഏകാന്ത ധ്യാനം നിനക്ക് അനിവാര്യമാണ്. പിന്നീട് നിന്നെ അവന് അഥർവമന്ത്രത്തിലൂടെ തോൽപ്പിക്കാനാവില്ല. ആ വാക്കുകൾ മുറിഞ്ഞു. അമ്മാവൻ്റെ മുന്നറിയിപ്പ് ഏതൊരാപത്തിലും ഒരു വഴികാട്ടിയായി തൻ്റെ കൂടെയുണ്ട്. മനുവിനോടായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സൂര്യൻ വിശദമായി പറഞ്ഞു. 7 ദിവസം എന്തു സംഭവിച്ചാലും തനിക്ക് നിലവറയിൽ നിന്നും ധ്യാനത്തിൽ നിന്നും വെളിയിലിറങ്ങാനാവില്ലെന്ന് മനുവിനോട് പ്രത്യേകമായും പറഞ്ഞിരുന്നു. പലതും നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ സൂര്യൻ രാശിപ്പലകയുടെ മുന്നിൽ നിന്നും എഴുന്നേറ്റു. കുടുംബദേവിയുടെ നടയിലേക്ക് ലക്ഷ്യമായി ആ കാലുകൾ ചലിച്ചു. രാവിലെ 7:30 കോടിമതയിൽ നിന്നും ബോട്ടിലാണ് പോലീസ് സംഘം യാത്ര തിരിച്ചത്. ശക്തമായ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കൊടൂരാറ്റിലൂടെ മോട്ടോർ ബോട്ട് മുന്നോട്ട് കുതിച്ചു. SI സിജോ രവീന്ദ്രൻ ബോട്ടിനു മുന്നിലായി നിന്നു. അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. ഇന്നും ഒരു മരണം നടന്നിരിക്കുന്നു. മുത്തൻമാലി പാടശേഖരത്തിലെ എഞ്ചിൻ തറയിലാണ് മൃതദേഹം കാണപ്പെട്ടിരിക്കുന്നത്. സംഭവസ്ഥലത്തേക്ക് കൊടൂരാറിൻ്റെ തീരത്തുകൂടി ധാരാളം ആളുകൾ പോകുന്നുണ്ട്. ബാലചന്ദ്രനെ കൂടാതെ 3 പോലീസുകാരും കൂടെയുണ്ട്. ഒടുവിൽ എഞ്ചിൻ തറയുടെ അടുത്തായി ബോട്ട് നിന്നു. ബോട്ട് കരയിലേക്ക് വലിച്ചടുപ്പിച്ചു. മൃതദേഹം കമിഴ്ന്നാണ് കിടന്നത്. സിജോ രവീന്ദ്രൻ സർവീസ് ക്യാപ്പ് തലയിൽ നിന്നും ഊരിമാറ്റി. മഹസറിൽ ബാലചന്ദ്രൻ എല്ലാം വിശദമായി എഴുതുന്നുണ്ടായിരുന്നു. പോലീസ് ഫോട്ടോഗ്രാഫർ ബോഡിയുടെ പല രീതിയിലുള്ള ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. സിജോ പരിസരങ്ങൾ മുഴുവനും വീക്ഷിച്ചു. യാതൊരു ശത്രുക്കളുമില്ലാത്ത ഒരു പാവം മനുഷ്യനാണെന്ന് അവിടെ കൂടിയിരുന്നവർ ഏകകണ്ഠമായാണ് കൃഷ്ണേട്ടനെക്കുറിച്ച് പറഞ്ഞത്. കമിഴ്ന്നു കിടന്ന ബോഡി മറിച്ചിടുവാൻ സിജോ നിർദ്ദേശിച്ചു. മറിച്ചിട്ട ആ ശരീരം കണ്ട് സിജോ തരിച്ചു നിന്നു. ആ മനുഷ്യന്റെ കഴുത്തിലെ രക്തധമനികൾ കടിച്ചു മുറിക്കപ്പെട്ടിരിക്കുന്നു. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ മരണപ്പെട്ട ബോഡിയിലെ പോലെ തന്നെയുള്ള മുറിവുകൾ. ആ ഭീകരൻ നായ തന്നെ ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് ആ പോലീസ് ഓഫീസർക്ക് മനസ്സിലായി. കഴുത്തിൽ അണിഞ്ഞിരുന്ന രുദ്രാക്ഷക്കായയിലേക്ക് അദ്ദേഹത്തിൻ്റെ വിരലുകൾ നീണ്ടു. തൻ്റെ മാറിൽ തന്നെ ആ രുദ്രാക്ഷം കറുത്ത ചരടിൽ ഭദ്രമായി തൂങ്ങുന്നുണ്ട്. നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ചുറ്റുപാടുകൾ സിജോ വീക്ഷിച്ചു. പെട്ടെന്ന് തൻ്റെ കയ്യിൽ എന്തോ ഇറ്റു വീഴുന്നതായി സിജോയ്ക്ക് തോന്നി. സിജോ കൈത്തണ്ടയിലേക്ക് നോക്കി. അദ്ദേഹം ഞെട്ടിപ്പോയി. മനുഷ്യരക്തം പോലെ. വെറുതെ മുകളിലേക്ക് നോക്കി. പടർന്ന ഒരു മാവിൻ ചില്ല മുകളിലുണ്ട്. ആ ചില്ലയിൽ ഒരു അസാധാരണ വലിപ്പമുള്ള ഒരു കടവാവൽ തലകീഴായി തൂങ്ങിയാടുന്നുണ്ട്. അതിൻ്റെ തീ പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ തൻ്റെ നേരെയാണ്. ആ ജന്തുവിൻ്റെ കടവായിലൂടെ ഒഴുകി വീണ ചോരത്തുള്ളികളാണ് തൻ്റെ കൈത്തണ്ടയിൽ ഇറ്റുവീണത്. ശബ്ദിക്കാനാകാതെ ആ പോലീസ് ഓഫീസർ വിറങ്ങലിച്ചു നിന്നു. ആയുർവേദ ഹോസ്പിറ്റലിലെ തൻ്റെ മുറിയിലെ കാഞ്ഞിരത്തടിയിൽ തീർത്ത കട്ടിലിൽ ഫാദർ ജോൺ കുന്നത്തുകുഴി നീണ്ടു നിവർന്നു കിടന്നു. രാവിലെ തന്നെ തൻ്റെ ഉഴിച്ചിലും പിഴിച്ചിലുമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ശരീരം സുഖകരമെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എല്ലാ വർഷവും മുടക്കം കൂടാതെ സുഖചികിത്സയ്ക്ക് ഇവിടെ വരാറുണ്ടെങ്കിലും ഇപ്പോൾ നേരത്തെ തന്നെ ഇവിടെ എത്തുവാനുള്ള ഒരു ഉൾവിളിയാൽ താൻ എത്തപ്പെടുകയാണ് ഉണ്ടായത്. മൂന്നാറിലെ ഓരോ രാത്രികളും തനിക്ക് ഉറക്കം നഷ്ടപ്പെടുത്തുന്നതായി തോന്നിത്തുടങ്ങിയിരിക്കുന്നു. എവിടെയൊക്കെയോ ഉള്ള ആരെയൊക്കെയോ ഒത്തുചേർപ്പിക്കുന്ന അരൂപിയായ വിശ്വശക്തി ചരിത്രം മാറ്റി എഴുതിപ്പിക്കുവാൻ തന്നെയും ആ ചങ്ങലക്കണ്ണികളിൽ വിളക്കി ചേർപ്പിച്ചിരിക്കുന്നു. വിശ്വസിക്കുവാനാവാത്ത സംഭവങ്ങൾ. മഞ്ഞുമൂടിയ ഹിമശൃംഗങ്ങളിലെ നിഗൂഢതകളിൽ മഹാഗുരുക്കന്മാർ പവിത്രമായി സൂക്ഷിക്കേണ്ട ഭുർജ് പത്രയിൽ എഴുതപ്പെട്ട ഭൂമിയുടെ മഹാകാലയന്ത്രമെന്ന ഗ്രന്ഥം മൂന്നാറിലെ രഹസ്യമായ ഏതോ മുനിയറയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അത് വീണ്ടെടുക്കുവാനുള്ള മഹാദൗത്യത്തിൽ താനും പങ്കാളിയായിരിക്കുന്നു. ചരിത്രം തന്നിൽ എഴുതിയിരിക്കുന്ന ആ ദൗത്യം കാലങ്ങൾ കൊണ്ട് സംജാതമായിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപായി മൂന്നാർ എന്ന സ്വപ്നഭൂമിയെ പ്രകൃതിശക്തികൾ തകർത്തെറിഞ്ഞിട്ടും
തകരാതെ ഹോളി മേരി ചാപ്പലിൽ സംരക്ഷിക്കപ്പെട്ട തൻ്റെ മുൻഗാമിയായ ഫാദറിൻ്റെ ഡയറി കുറിപ്പുകളിൽ എല്ലാം തന്നെ വിശദമായി എഴുതപ്പെട്ടിരിക്കുന്നു. അദൃശ്യമായ കരങ്ങൾ എല്ലാം തന്നെ ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ കൂടിച്ചേർത്തിരിക്കുന്നു. മനു മൂന്നാറിൽ എത്തുന്നത് തന്നെ ആ വിശുദ്ധ ഗ്രന്ഥം വീണ്ടെടുക്കുക എന്നുള്ള ഒരു പുതിയ അധ്യായം ചരിത്രത്തിൽ തുന്നിച്ചേർക്കുന്നതിനായാണ്. എല്ലാം കാലങ്ങൾക്ക് മുന്നായി എഴുതപ്പെട്ടവ തന്നെ. അദ്ദേഹം കട്ടിലിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. തണുത്ത കാറ്റ് തുറന്നുകിടന്ന ജാലകത്തിലൂടെ ലോലമായ കർട്ടനുകളെ തഴുകുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശരീരത്തെയും തലോടുന്നുണ്ടായിരുന്നു. വയലേലകളിലൂടെ തട്ടിത്തഴുകി വന്ന കാറ്റിലൂടെ ഒഴുകിയെത്തിയ മത്തുപിടിപ്പിക്കുന്ന സുഗന്ധം അവിടാകെ നിറഞ്ഞു നിന്നിരുന്നു. ഗൃഹാതുരത്വം നിറഞ്ഞ കാഴ്ചകളും ഗന്ധങ്ങളും ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം ജാലകത്തിലൂടെ നോക്കി നിന്നു. ഭൈരവൻ രക്തദാഹിയായി മാറിയിരിക്കുന്നു. ഇനി താൻ അടങ്ങിയിരുന്നാൽ ധാരാളം ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് മനസ്സു പറയുന്നു. ആ നായയുടെ ശരീരത്തിലൂടെ സന്നിവേശിപ്പിച്ച ആത്മാവിനാൽ എന്തും ചെയ്യുവാനുള്ള ശക്തി ഭൈരവൻ സംഭരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വായുവിലൂടെയും ജലത്തിലൂടെയും എന്തും ചെയ്യുവാനുള്ള കരുത്തവൻ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. പണ്ടവൻ തൻ്റെ ആത്മാവിനെ സന്നിവേശിപ്പിക്കുവാൻ ഒരു മനുഷ്യ ശരീരത്തിനായി ആളുകളെ കൊന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ കൊല്ലുന്നത് മനുഷ്യരക്തം പാനം ചെയ്യുവാൻ വേണ്ടി മാത്രമായിരിക്കുന്നു. കടവാവലായും രൂപം മാറുവാൻ അവന് കഴിയുന്നു. പകൽക്കാലങ്ങളിൽ ഭീകരനായ കടവാവലായാണ് രക്തത്തിനായി അവൻ അലയുന്നത്. എത്രയും വേഗം അവനെ നശിപ്പിച്ചില്ലെങ്കിൽ ഈ നഗരത്തിലും ഗ്രാമത്തിലും അവൻ ആയിരങ്ങളെ കൊന്നൊടുക്കുക തന്നെ ചെയ്യും. അദ്ദേഹം മെല്ലെ പുഴയോരത്തേക്ക് നടന്നു. അപ്പോഴാണ് മനുവിൻ്റെ കാർ റിസോർട്ടിൻ്റെ പോർച്ചിലായി വന്നു നിന്നത്. കാറിൽ നിന്നും മനുവിനോടൊപ്പം കാർത്തികേയനും ജോമോനും ഉണ്ടായിരുന്നു. ഫാദറിനരികിലേക്ക് അവർ മൂവരും നടന്നു വന്നു. ആറ്റുതീരത്തായി ഒരുക്കിയിരുന്ന ഇരിപ്പിടങ്ങളിൽ അവർ ഇരുന്നു. സൂര്യൻ തിരുമേനി ഭൈരവനെ തളയ്ക്കുവാനുള്ള മഹാപൂജയ്ക്കു വേണ്ടി നിലവറയിൽ ധ്യാനത്തിലിരിക്കുന്ന വിവരങ്ങൾ വരെ ഫാദറിനോട് വിശദമായി മനു പറഞ്ഞു. എല്ലാം വിശദമായി തന്നെ ഫാദർ കേട്ടുകൊണ്ടേയിരുന്നു. ഒടുവിലവർ മൂവരും യാത്ര തിരിക്കുവാനായി തയ്യാറായി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ജോമോൻ കയ്യിലിരുന്ന തുണിസഞ്ചി തുറന്നു. ഫാദർ, പെങ്ങളുടെ അടുത്തേക്ക് മൂന്നാറിലേക്ക് ആദ്യമായി യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൽ വെച്ച് എന്നെ ഇടയ്ക്ക് പിന്തുടരാറുള്ള ആ താപസൻ തന്നതാണ് ഈ പുസ്തകം. ഇതുവരെയും ഞാനിത് തുറന്നു നോക്കിയിട്ടില്ല. ഇത് ഉപകാരപ്പെടുമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞവൻ ആ സഞ്ചി തുറന്ന് കാലപ്പഴക്കത്തിൻ്റെ സാക്ഷിയായ ഒരു പുസ്തകം ഫാദറിൻ്റെ കരങ്ങളിലേൽപ്പിച്ചു. ഫാദറിൻ്റെ തീവ്രമായ കണ്ണുകൾ കുറുകി. അദ്ദേഹം ആ പഴഞ്ചൻ പുസ്തകം തുറന്നു. പഴമയുടെ ഗന്ധം ആ പുസ്തകത്തിൽ നിന്നും വെളിയിലേക്ക് വമിച്ചു. നീണ്ട വിരലുകൾ കൊണ്ട് അദ്ദേഹം പേജുകൾ മറിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വീതിയേറിയ നെറ്റിയിൽ ചുളിവുകൾ വീണു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടിൽ എവിടെയോ അച്ചടിച്ച ആ പുസ്തകത്തിലെ ഒരു പേജിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആശ്ചര്യത്തോടെ ഉടക്കി നിന്നു. ഭൈരവനെക്കുറിച്ചുള്ള ഒരു വാർത്തയിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നത്. നിഗൂഢമായ ഇന്ത്യൻ മന്ത്രവാദി എന്ന ഹെഡ്ലൈൻ. അതിനു താഴെയായി മഹാകാലയന്ത്രമെന്ന ഗ്രന്ഥത്തെക്കുറിച്ചും ഹിമാലയൻ ഗുരുക്കന്മാരെക്കുറിച്ചും എഴുതിയിരിക്കുന്നു. ഭൈരവനെക്കുറിച്ച് വിശദമായി തന്നെ എഴുതിയിരിക്കുന്നു. പെട്ടെന്ന് ആ പഴഞ്ചൻ പുസ്തകത്തിനിടയിൽ നിന്നും ഒരു കടലാസ് കഷ്ണം താഴെ പാറി വീണു. ഫാദർ ആ പിഞ്ചി പൊടിയാറായ കടലാസ് കഷ്ണം ശ്രദ്ധയോടെ കയ്യിലെടുത്തു. എന്നിട്ട് മെല്ലെ തുറന്നു. ആശ്ചര്യത്താൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു. ഗ്രീൻ വാലി എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ നിലവറകളിലൂടെ മഹാകാലയന്ത്രം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിഗൂഢമായ മാർഗത്തിൻ്റെ രൂപരേഖയായിരുന്നു അത്. പവിത്രമായ ആ ഗ്രന്ഥം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നിടം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ജോമോനെ, ആ താപസൻ നിന്നെ ഏൽപ്പിച്ച ഈ പുസ്തകം നമുക്ക് വളരെ ഉപകാരപ്പെട്ടിരിക്കുന്നു. വളരെ ആഹ്ലാദത്തോടെയാണ് ഫാദർ പറഞ്ഞു നിർത്തിയത്. അവർ മൂവരും ആ പുസ്തകം ഫാദറിനെ ഏൽപ്പിച്ച് യാത്ര പറഞ്ഞ് കാറിനരികിലേക്ക് നടന്നു. അവർ പോകുന്നതും നോക്കി ഫാദർ ഇരുന്നു. അതിവിശാലമാണ് അതിരമ്പുഴ കാലിച്ചന്ത.
ചന്ത ദിവസം കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും കച്ചവടത്തിനായി ധാരാളം പേർ കാലികളുമായി എത്താറുണ്ട്. കാളകളും പശുക്കളും പോത്തുകളും എരുമകളും തുടങ്ങിയ നാൽക്കാലി മൃഗങ്ങളാൽ ചന്ത ദിവസം മൈതാനം മുഴുവനും നിറഞ്ഞു കവിയുമായിരുന്നു. പുലർച്ചെ 3 മണിയോടെയാണ് ആ ഭീകരൻ നായ അവിടെ എത്തിയത്. നാൽക്കാലികളെ ബന്ധിച്ചിരുന്ന വിശാലമായ മൈതാനത്തേക്ക് ആ നായ മുറുമ്മലോടെ കയറിച്ചെന്നു. ആ ഭീകരൻ നായയെ പലരും കണ്ടു. ആ നായ ആരെയും ശ്രദ്ധിച്ചിരുന്നില്ല. കയ്യോങ്ങി ഓടിക്കാൻ ശ്രമിച്ചവരെ കനലുപാറുന്ന കണ്ണുകളോടെ ആ നായ ഒന്ന് നോക്കിയതേയുള്ളൂ. അവർ അസാധാരണമായ ആ നായയുടെ നോട്ടത്തിൽ തരിച്ചു നിന്നു. ആ മൈതാനത്തിന് ഒത്ത നടുക്കായി ആ നായ നിന്നു. ശക്തമായ പിൻകാലുകൾ കൊണ്ട് ആ ജന്തു മണ്ണ് തട്ടിപ്പറപ്പിച്ചു. എന്നിട്ട് ആ ജന്തു കനലു പറക്കുന്ന കണ്ണുകളോടെ ഒച്ചത്തിൽ ഓലിയിട്ടു. അപ്പോൾ മൈതാനത്തു ബന്ധിച്ചു നിർത്തിയിരുന്ന 100 കണക്കിന് നാൽക്കാലികൾക്ക് വിളറി പിടിക്കാൻ ആരംഭിച്ചു. അവയിൽ ചിലതൊക്കെ ഭ്രാന്തമായ ഒരാവേശത്തോടെ കെട്ടിയിരുന്ന കെട്ടുകൾ പൊട്ടിച്ച് മൈതാനത്തുകൂടി തലങ്ങും വിലങ്ങും ഓടുവാൻ ആരംഭിച്ചു. രാത്രിയുടെ 1-ാം യാമത്തിൽ സൂര്യൻ തിരുമേനി ധ്യാനത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. നിലവറയിലെ ദേവീ വിഗ്രഹത്തിനു മുന്നിലെ നെയ്വിളക്ക് നിശ്ചലമായി തെളിഞ്ഞു കത്തുന്നുണ്ട്. 1-ാം യാമത്തിൻ്റെ അവസാനത്തോടെ തൻ്റെ 7 ദിവസത്തെ ധ്യാനം പൂർത്തീകരിക്കുവാൻ പോകുകയാണ്. അതിനായി ഇനി നാഴികകൾ കൂടിയുണ്ട്. ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞുപോയത് അറിയുവാൻ കഴിഞ്ഞില്ല. ദിവസവും ഒരു നേരം ഭക്ഷണത്തിനായി ഒരുക്കിയിരുന്ന പഴവർഗ്ഗങ്ങളിൽ പകുതിയും കൂടയിൽ തന്നെയുണ്ട്. മൺകലങ്ങളിൽ കരുതിയിരുന്ന ശുദ്ധമായ ജലമാണ് അധികവും ഉപയോഗിച്ചത്. തറവാട്ടു മാന്ത്രികർക്ക് നേരിടുന്ന കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമേ 7 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിനായി നിലവറയിൽ പ്രവേശിക്കാറുള്ളൂ. കാരണം മഹാമാന്ത്രികനായ ഭൈരവൻ അഥർവവേദങ്ങളിൽ അതിനിപുണനാണ്. സൂര്യൻ ചിന്തകൾ മൂടിയ മനസ്സിനെ കൂർമ്മമാക്കി. സർവാഭരണ വിഭൂഷകയായ ദേവിയുടെ സുവർണരൂപം മനോകമലത്തിലേക്ക് ആവാഹിച്ചു. ആദിപരാശക്തിയുടെ മൂർത്തരൂപവും ശിവപത്നിയും സിംഹത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നവളും സർവദേവകളെ കുടികൊള്ളുന്നവളുമായ ദുർഗാദേവിയുടെ കനകരൂപം മെല്ലെ മെല്ലെ ഹൃദയപത്മത്തിൽ തെളിഞ്ഞു. അപ്പോൾ സൂര്യൻ്റെ ചുണ്ടിലൂടെ ദേവീമന്ത്രം മുതിർന്നു. ഗംഭീര ശബ്ദത്തോടെ, സ്ഫുടതയോടെ: യോഗനിദ്രേ മഹാനിദ്രേ യോഗമായേ മഹേശ്വരി യോഗസിദ്ധീകരീം ശുദ്ധേ ദുർഗാദേവി നമോസ്തുതേ. നിലവറയുടെ 4 ചുവരുകളിൽ ആ ഗംഭീരനാദം പ്രതിധ്വനിച്ചു. പിന്നീട് സൂര്യൻ നിഗൂഢമന്ത്രങ്ങളുടെ ഉരുക്കഴിച്ചു. എപ്പോഴോ നിലവറയാകെ പ്രകമ്പനം കൊള്ളുന്നതായി സൂര്യൻ അറിഞ്ഞു. സിംഹത്തിൻ്റെ ഒരു മുറുമൽ ശബ്ദം തൻ്റെ കർണപുടങ്ങളിൽ പതിയുന്നതുപോലെ തോന്നലാകുമോ? പൂട്ടിയ ഇമകൾ സൂര്യൻ മെല്ലെ തുറന്നു. അപ്പോൾ കണ്ട കാഴ്ചയിൽ നോക്കുവാനാകാതെ സൂര്യൻ കണ്ണുകൾ ചിമ്മി. അറയാകെ പ്രകാശപൂരിതമായിരിക്കുന്നു. ശക്തമായ പ്രകാശത്തിൽ കണ്ണിമകൾ പൂർണ്ണമായും തുറക്കാനാകാതെ സൂര്യൻ ആ കാഴ്ച കണ്ടു. സിംഹത്തിൻ്റെ പുറത്ത് 16 കൈകളിലും ശൂലം, ചക്രം, ഗദ, സർപ്പം, ശംഖ്, അമ്പ്, വില്ല്, പരിച, ചുരിക, താമരധാരിയായ ദുർഗാദേവിയുടെ ജ്വലിക്കുന്ന ശാന്തരൂപത്തെ ചിമ്മുന്ന നേത്രങ്ങളിലൂടെ അദ്ദേഹം കണ്ടു. ദേവിയുടെ വാഹനമായ സിംഹം ക്രൗരത്തോടെ മുറുമുന്നുണ്ട്. നിലവറയാകെ സ്വർണപ്രഭയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട്. പെട്ടെന്ന് സുന്ദരമായ ദേവീരൂപത്തിൽ നിന്നും അതീവ ചൈതന്യമായ ഒരു ശക്തി തന്നിൽ വന്ന് വിലയം പ്രാപിക്കുന്നത് സൂര്യൻ തിരിച്ചറിഞ്ഞു. ആ ചൈതന്യത്തിൻ്റെ സന്നിവേശത്തിൽ സൂര്യൻ്റെ ശരീരം വെട്ടിവിറച്ചു. അദ്ദേഹത്തിൻ്റെ ഓരോ രോമകൂപങ്ങളും എഴുന്നു നിന്നു. സൂര്യൻ നിലവറയുടെ തറയിൽ സാഷ്ടാംഗം വീണു. അപ്പോൾ നിഗൂഢങ്ങളായ പല മന്ത്രങ്ങളും തൻ്റെ ഹൃദയകമലങ്ങളിൽ സ്വയം ഉരുവാകുന്നത് അദ്ദേഹം അറിഞ്ഞു. ദേവീകൃപയാൽ രഹസ്യമന്ത്രങ്ങൾ തന്നിൽ നിറയുന്നു. പിന്നീട് സിംഹത്തിൻ്റെ മുരൾച്ച അകന്നു പോകുന്നതായി അദ്ദേഹം അറിഞ്ഞു. മെല്ലെ മെല്ലെ ബോധമണ്ഡലത്തിൽ നിന്നും തെന്നിമാറുന്നതായി സൂര്യൻ അറിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് സൂര്യൻ കണ്ണുകൾ തുറന്നു. നിലവറ പഴയതുപോലെ തന്നെ ആയിരിക്കുന്നു.
നെയ്വിളക്ക് ശോഭയോടെ കത്തുന്നുണ്ട്. അദ്ദേഹം കുത്തുവിളക്കിൻ്റെ തിരിയിലേക്ക് നാളങ്ങൾ പകർന്നു. ദേവീദർശനത്തിൻ്റെ നിർവൃതിയിൽ നിലവറയുടെ പുറത്തേക്കുള്ള വാതിലിനരികിലേക്ക് കുത്തുവിളക്കിൻ്റെ പ്രഭാനാളത്തിലൂടെ സൂര്യൻ നടന്നു. പിതൃബലിക്ക് പ്രസിദ്ധമായ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാർ പാർക്കിംഗ് ഗ്രൗണ്ടിലെ പടർന്ന ഒരു മരത്തിൻ്റെ തണലിലായി മനുവിൻ്റെ കാർ നിന്നു. മനുവാണ് കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. അവിടെ നിന്നാൽ താഴെയായി സുന്ദരമായി ഒഴുകുന്ന മീനച്ചിലാറ് കാണാമായിരുന്നു. ഇന്ന് വളരെ സുപ്രധാനമായ ദിവസമാണ്. ഭൈരവന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുവാനുള്ള ആദ്യത്തെ ഉദ്യമം ഈ മഹാക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുവാൻ പോകുന്നു. ഭൈരവന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിച്ചാൽ മാത്രമേ മഹാകാലയന്ത്രം മുനിയറയിൽ നിന്നും സ്വതന്ത്രമാക്കുവാൻ കഴിയൂ. ഭൈരവന്റെ ശരീരത്താൽ അശുദ്ധമായ ആ മുനിയറയുടെ ശുദ്ധീകരണത്തിനായി ആദ്യം ചെയ്യേണ്ടത് ഭൈരവന്റെ ആത്മാവിൻ്റെ മോക്ഷത്തിനായുള്ള കർമ്മങ്ങളാണ്. ഭൈരവന്റെ ആത്മാവിന് പിതൃബലി ചെയ്യുക എന്നതിനാണ് തങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിന് അനുയോജ്യനായത് അണലിക്കാട്ടില്ലത്തെ ഇളം തലമുറയിലെ തൻ്റെ മകനായ ആരോമൽ തന്നെ. കാറിൽ നിന്നും സൂര്യൻ തിരുമേനിയും കാർത്തികേയനും ജോമോനും ഷെറിനും വെളിയിലിറങ്ങി. മനു ആരോമലിനെ ചെറിയ ഒരു വെള്ളമുണ്ടുടുപ്പിച്ച് പുഴക്കടവിലെ പടവുകൾ ഇറങ്ങി അവനെ പുഴയിലെ ജലത്തിൽ സ്നാനം ചെയ്യിപ്പിച്ച് ഈറനോടെ ബലിപ്പുരയിലെത്തിച്ചു. പിതൃകർമ്മത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ പൂർത്തീകരിച്ചിരുന്നു. ഇന്ന് തുലാമാസത്തിലെ അമാവാസിയാണ്. ചന്ദ്രമണ്ഡലത്തിന് മുകളിലായുള്ള പിതൃലോകത്തിന് അമാവാസി എന്നത് ആത്മാക്കൾ ആഹ്ലാദിക്കുന്നതും രക്തബന്ധങ്ങളെ അവർ ഓർക്കുന്നതും ഈ വേളയിലാണ്. 30 മനുഷ്യ ദിവസങ്ങളുടെ ദൈർഘ്യമുള്ള പിതൃക്കളുടെ ഒരു ദിവസത്തെ മധ്യാഹ്നവേള അമാവാസിയാണ്. പിതൃബലിക്ക് അനുയോജ്യവും ശ്രേഷ്ഠവുമായ ദിനം. ബലിപ്പുരയിൽ മുഖ്യകർമ്മി ആഗതനായിരുന്നു. മുറിച്ച നാക്കിലയിൽ അരി, കറുകപ്പുല്ല്, എള്ള്, ദർഭ, ചെറൂള, തുളസി എന്നിവ കരുതിയിരുന്നു. കർമ്മി പിതൃബലിക്കായി ആരോമലിനെ തൂശനിലയുടെ മുന്നിലായി കാൽമുട്ടുകുത്തി നിർത്തി. അപ്പോൾ മീനച്ചിലാറ്റിൽ അതിശക്തമായ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു. ആ ചുഴലിക്കാറ്റിൽ ആറ്റിലെ ജലം ആകാശത്തേക്ക് ഒരു കയറിഴ പോലെ പിരിഞ്ഞു കയറി. അത്ഭുതകരമായ ആ കാഴ്ച കണ്ട് MC റോഡിലൂടെ വന്ന വാഹനയാത്രക്കാർ നാഗമ്പടം പാലത്തിൽ വാഹനങ്ങൾ നിർത്തി ഇതുവരെയും കാണാത്ത അദ്ഭുത കാഴ്ച കണ്ടു. അപ്പോൾ അതിശക്തമായ ആ ചുഴലിക്കാറ്റ് ആറ്റിൽ നിന്നും കരയിലേക്ക് ഹുങ്കാര ശബ്ദത്തോടെ കയറുവാൻ തുടങ്ങി. തീവ്രനാദത്തോടെ ആ ചുഴലിക്കാറ്റ് പുഴയിൽ നിന്നും കരയിലേക്ക് പ്രയാണം ആരംഭിച്ചു. ശക്തമായ ആ കാറ്റിൽ പുഴയോരത്തെ മരങ്ങൾ കടപുഴകി വായുവിലൂടെ കറങ്ങി എവിടേക്കോ അപ്രത്യക്ഷമാകുന്നുണ്ട്. കയ്യിൽ കെട്ടിയ സർവ്വതും തകർത്തെറിഞ്ഞുകൊണ്ട് കൃത്യമായി എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ചുഴലിക്കാറ്റിൻ്റെ പ്രയാണം. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ക്ഷേത്രമൈതാനിയിലെ താൽക്കാലിക ഷെഡുകളെയെല്ലാം ആ ചുഴലിക്കാറ്റ് നക്കിയെടുത്തു. വട്ടം ചുഴറ്റി ഉള്ളിലേക്ക് ആവാഹിക്കുന്ന എന്തിനേയും അപ്രത്യക്ഷമാക്കുന്ന ആ കാറ്റിൻ്റെ സംഹാരതാണ്ഡവം അതീവ ശക്തമായിരുന്നു. ശബ്ദം കേട്ട് സൂര്യനാണ് ബലിപ്പുരയുടെ വെളിയിലേക്ക് നോക്കിയത്. അസാധാരണമായ ഭീകര ശബ്ദം എവിടെ നിന്നാണെന്നറിയുവാൻ അദ്ദേഹം ചെവി കൂർപ്പിച്ചു. എന്താണെന്നറിയുവാൻ അദ്ദേഹം ബലിപ്പുരയിൽ നിന്നും വെളിയിലിറങ്ങുവാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അദ്ദേഹം നിന്നു. എന്തു സംഭവിച്ചാലും പൂജ മുടക്കരുതെന്ന് കർമ്മിയോടായി അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. പരിഭ്രാന്തരായ ഷെറിനോടും മറ്റുള്ളവരോടുമായി ഒരു കാരണവശാലും വെളിയിലിറങ്ങരുതെന്നും പ്രത്യേകം പറഞ്ഞിട്ട് അദ്ദേഹം വാതിൽ പുറത്തുനിന്നും ചാരി. വെളിയിലേക്ക് നോക്കിയ അദ്ദേഹം അപ്പോൾ കണ്ട കാഴ്ചയിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിശ്ചലനായി നിന്നുപോയി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവന്നു. തോളിലൂടെ പടർന്നു കിടന്ന നീണ്ട മുടിയിഴകൾ അദ്ദേഹം മാടിയൊതുക്കി. എന്തും ചെയ്യുവാനുള്ള ഒരു തൻ്റേടത്തോടെ. അരയിലെ ഏലസ് അപകടത്തിൻ്റെ ഒരു സൂചന പോലെ ചുട്ടുപഴുത്തു. ബലിപ്പുര ലക്ഷ്യമാക്കി സർവ്വതും തകർത്ത് അലറി വരുന്ന ശക്തമായ ചുഴലിക്കാറ്റിനെ തെല്ലുനേരം അദ്ദേഹം തീക്ഷ്ണ നയനത്തോടെ നോക്കി നിന്നു. പിന്നീട് തീക്ഷ്ണമായ ആ യോഗനയനം മെല്ലെ അടഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയകമലത്തിൽ
ആഞ്ജനേയ മന്ത്രം തനിയെ ഉരുവായി. ക്ഷിപ്രപ്രസാദിയായ വായുപുത്രന്റെ നിഗൂഢ മന്ത്രധ്വനി ഈണത്തിൽ ആ ചുണ്ടിൽ നിന്നും ഒഴുകി. ഓം നമോ ഹനുമതേ ജ്ഞാനായ ദക്ഷായഹം ഹനുമതേ വേദശാസ്ത്രേ വിശാരദായ വേദാന്തമാർഗായ സർവസാക്ഷീഭൂതായ സത്യായ ആനന്ദായ നാമഘോഷായ രാമപ്രിയായ സർവലോകൈക വന്ദ്യായ ശ്രീനമ. നിഗൂഢമന്ത്രങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ മുന്നിലുള്ള സർവ്വതും തകർത്തുടച്ച് ബലിപ്പുരയെ ലക്ഷ്യമാക്കി വരുന്ന ചുഴലിക്കാറ്റിന്റെ ശക്തി ക്ഷയിക്കുന്നതായി സൂര്യന് മനസ്സിലായി. ആ ചുഴലിക്കാറ്റ് മെല്ലെ പിൻവാങ്ങുന്നു. ആ പുഴയിലേക്ക് തന്നെ ശക്തി കുറഞ്ഞ് ആ കാറ്റ് പിന്മാറുന്നു. മീനച്ചിലാറിന്റെ നടുവിലായി ശക്തി കുറഞ്ഞ ആ ചുഴലിക്കാറ്റ് നിന്ന് കറങ്ങി. ഇപ്പോൾ ആ കാറ്റിന്റെ രാക്ഷസ ശക്തി നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ പുഴയിലെ ജലത്തെ ശക്തമായി ചുഴറ്റി ഉയർത്തുവാൻ ആ ചുഴലിക്കാറ്റിന് കഴിയുന്നില്ല. സൂര്യൻ തിരുമേനി ആറ്റുകടവിലേക്ക് ഓടി. കൽപ്പടവുകളിലൂടെ വേഗം താഴേക്കിറങ്ങി. അദ്ദേഹത്തിന്റെ പാദങ്ങൾ പുഴയിലേക്ക് ആഞ്ഞു ചവിട്ടി. അദ്ഭുതം! ഭൂമിയുടെ ഉറച്ച മണ്ണിൽ ചവിട്ടിയതുപോലെ അദ്ദേഹം ആർത്തൊഴുകുന്ന പുഴയുടെ മുകളിലൂടെ നടന്നു, ഉറച്ച ചുവടുകളോടെ. ആ ചുഴലിയുടെ അരികിലേക്കായി അദ്ദേഹം ജലോപരിതലത്തിലൂടെ വേഗം നടന്നു. അല്പം മുൻപ് വരെ നാശം വിതറിയ ആ ചുഴലിക്കാറ്റിനരികിലായി അദ്ദേഹം നടന്നെത്തി. എന്നിട്ട് ആ ചുഴലിക്കാറ്റിനോടായി അദ്ദേഹം അലറിപ്പറഞ്ഞു, ഇവിടെ നടക്കുന്ന ബലി താങ്കൾക്ക് തടയാനാകില്ല. ഈ ബലികർമ്മത്തിലൂടെ അങ്ങയോടുള്ള നൂലായ്മ ഞങ്ങൾ അറുത്തുമാറ്റുകയാണ്. ഹോമകുണ്ഡത്തിലെ ജ്വലിക്കുന്ന അഗ്നിയിൽ താങ്കളുടെ ആത്മാവിനെ ദഹിപ്പിച്ച് നിത്യശാന്തി നേരുകയെന്നതാണ് അടുത്ത ലക്ഷ്യം. തടയാമെങ്കിൽ തടഞ്ഞുകൊള്ളൂ. വികാരാധീനനായി സൂര്യൻ നിന്നു. പെട്ടെന്ന് ആ ചുഴലിക്കാറ്റ് ഭീകരനായ ആ നായയായി മാറി. സൂര്യനെ ആ നായ തീപാറുന്ന കണ്ണുകളോടെ അല്പനേരം നോക്കി നിന്നു. പിന്നീട് ആ നായ ശാന്തനായി, തന്നോട് എന്തൊക്കെയോ പറയാനുള്ളതുപോലെ. സൂര്യന്റെ കണ്ണുകളിൽ നോക്കി നിന്ന നായ പെട്ടെന്ന് മീനച്ചിലാറ്റിന്റെ അഗാധതയിലേക്ക് ഒരു നീർനായയെപ്പോലെ ഊളിയിട്ടു. സൂര്യൻ ജലോപരിതലത്തിലൂടെ കടവിലേക്ക് തിരികെ നടന്നു. കരയിൽ തിങ്ങി നിറഞ്ഞ ജനങ്ങൾ വീർപ്പടക്കി നിന്നു. ജലോപരിതലത്തിലൂടെ ഒരു മനുഷ്യൻ നടക്കുക എന്നത് അവർക്കൊരിക്കലും വിശ്വസിക്കാനാകാത്ത ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഒരു കൈയിൽ ബലികർമ്മങ്ങൾ കഴിഞ്ഞ് ജലത്തിലർപ്പിക്കേണ്ട പിതൃപിണ്ഡമുൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങളും മറുകൈയിൽ ആരോമലിന്റെ വലുതുകരം കവർന്ന് നടന്നുവരുന്ന മനുവിനെ കണ്ട് സൂര്യൻ ഭക്തിയോടെ നിന്നു. പുഴക്കടവിലേക്ക് കാർത്തികേയനും ജോമോനും ഷെറിനും അവരെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. SI സിജോ രവീന്ദ്രൻ തന്റെ ഓഫീസ് മുറിയിലൂടെ ഉലാത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് കലുഷിതമായിരുന്നു. ആ നായയുടെ ആക്രമണത്താൽ ധാരാളം പേർ കൊലപ്പെടുന്നു. അതിരമ്പുഴ ചന്തയിൽ ആ നായ നടത്തിയ ആക്രമണത്താൽ 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. കൂടാതെ 8 പേരോളം സാരമായി മുറിവ് പറ്റി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നു. 100 കണക്കിന് നാൽക്കാലികളെയാണ് ആ നായ ഭ്രാന്തു പിടിപ്പിച്ച് ആക്രമണകാരികളാക്കിയത്. കാലികളെ സൂക്ഷിച്ചിരുന്ന മൈതാനത്തിന് നടുവിലായി നിന്ന് ഓലിയിട്ടാണ് അവറ്റകളെ ആക്രമകാരികളാക്കിയത്. കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത സംഭവങ്ങൾ ഇവിടെ നടമാടുന്നു. തന്നെ അവൻ ആക്രമിക്കാൻ വരാത്തത് ആ സന്യാസി തന്ന രുദ്രാക്ഷക്കായ ധരിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ്. ആ നായയുടെ ഭീകരരൂപം ഓർത്തപ്പോൾ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞതുപോലെ അദ്ദേഹത്തിനു തോന്നി. സൂര്യൻ തിരുമേനി ഭൈരവനെ തളയ്ക്കുവാനുള്ള ഹോമം തുടങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ സ്റ്റേഷനിലെ ഫോൺ ബെല്ലടിക്കുന്നത് തന്നെ ആരെങ്കിലും മരിച്ചു കിടക്കുന്നതെന്ന വാർത്ത സ്റ്റേഷനിലേക്ക് അറിയിക്കാൻ മാത്രമായിരിക്കുന്നു. ഫോൺ ബെല്ലടിക്കുമ്പോൾ തനിക്കൊരു മരണവേദനയാണ്. ഒരു അനിഷ്ടങ്ങളും സംഭവിക്കരുതേ. അദ്ദേഹം കഴുത്തിൽ അണിഞ്ഞിരുന്ന രുദ്രാക്ഷക്കായിൽ പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. പെട്ടെന്ന് സ്റ്റേഷനിലെ ടെലിഫോൺ ഉച്ചത്തിൽ ചിലച്ചു. നെഞ്ചിടിപ്പോടെ അദ്ദേഹം ഫോൺ കയ്യിലെടുത്തു.